ഹിസ്റ്റോറിയന്മാരുടെ കണ്ണിലൂടെ നോക്കുമ്പോഴും ഭാരതത്തിൽ ഇന്ന് കണ്ടു കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ആധ്യാത്മിക സബരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ദേവതാ സങ്കല്പം എന്ന് പറയുന്നതും വാസ്തവത്തിൽ ഈ പറഞ്ഞ ശൈവ സമ്പ്രദായങ്ങളാണ്. കാരണം സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കാർ എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പശുപതിയുടെ അതുപോലെ യോഗിയുടെ ഒക്കെ രൂപങ്ങൾ, പൂർവ്വലിപികൾ, അതുപോലെ തന്നെ പശുവിൻ്റെയൊക്കെ സീലുകൾ, ഇതൊക്കെയാണ് അത് ആർക്കിയോളജികൾ എടുത്തിട്ടുള്ളത്. അതിൽ ലിപികൾ ഇന്നും ഡീകോഡ് ചെയ്തിട്ടില്ല. എന്ത് ലിപിയാണത്, എന്ത് ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നൊന്നും ഇതുവരെ ഡീകോഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഭഗവാന്റെ രൂപം കണ്ടാൽ, പശുപതിയുടെ രൂപം കണ്ടാൽ, യോഗിയുടെ രൂപം കണ്ടാലും ഒക്കെ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ചിഹ്നം എന്ന് പറയുന്നത് ശൈവിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കാര്യം ആലോചിക്കണം. നമ്മളൊരു സംസ്കാരത്തിൽ, ഇപ്പോൾ സിന്ധു നദിയുടെ സംസ്കാരത്തിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്തതാണെന്ന് പറയുമ്പം ഒരു സംസ്കാരം സാംസ്കാരിക തലങ്ങളിലേക്ക് വളരണമെങ്കിൽ അത് എത്രയോ കാലം അവിടെ മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ഊഹിച്ചു നോക്കി. ഇപ്പം നമ്മളൊരു സ്ഥലത്ത്, ഒരു ആൾ കയറാത്തൊരു സ്ഥലത്ത് വന്ന് നമ്മളൊരു പാർപ്പിട സൗകര്യം ഉണ്ടാക്കി ആ ഒരു സമൂഹം ഒന്ന് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ തന്നെ എത്ര കാലമെടുക്കും. അപ്പം ഈ പറഞ്ഞ യോഗിയുടെ രൂപങ്ങളും പശുപതിയും ഒക്കെ കിട്ടണമെങ്കിൽ തന്നെ അത്രയും ഒരു വലിയ സംസ്കാരമായിട്ട് നിലനിന്നതായിരിക്കാം എന്നുള്ളത്. അപ്പം ഇന്ന് വരെ കണ്ടുകിട്ടിയ ഐഡൽസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ശൈവ സമ്പ്രദായം എന്നുള്ളത്.